ഹലോ, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിനെ പറ്റിയാണ്. വെറും 5 രൂപയ്ക്ക് ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അസുഖത്തിന് ചികിത്സ ലഭിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്. ഇതൊരു ഗവൺമെൻറ് ഹോമിയോപ്പത്തറ്റിക് മെഡിക്കൽ കോളേജാണ്. ഇതുള്ളതെന്ന് പറയുന്നത് കോഴിക്കോട് ആണിതുള്ളത്. കോഴിക്കോട് കാരപ്പറമ്പ്. നിങ്ങൾക്ക് ഗൂഗിളിൽ വേണമെങ്കിൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഗവൺമെൻറ് ഹോമിയോപ്പത്തറ്റിക് മെഡിക്കൽ കോളേജ് കാരപ്പറമ്പ്, കോഴിക്കോട്. കേരളത്തിൽ എൻ്റെ അറിവിൽ 2 ഹോമിയോപ്പത്തറ്റിക് മെഡിക്കൽ കോളേജാണുള്ളത്. ഒന്ന് കോഴിക്കോടും ഒന്ന് തിരുവനന്തപുരത്തുമാണ് ഉള്ളത്. രണ്ടിടത്തും ഏകദേശം സെയിം ആയിട്ടുള്ള ചികിത്സയാണ് ലഭിക്കുന്നത്. ഞാനിങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് വിവരം കിട്ടിയത്. 2 ഹോമിയോപ്പത്തറ്റിക് മെഡിക്കൽ കോളേജാണ് കേരളത്തിലുള്ളതെന്നുള്ളത്. ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ കോഴിക്കോട് കുറച്ചുകൂടെ ഫേമസ് ആണ്. കാരണം അവിടെ ഒരുപാട് ചികിത്സ ലഭ്യമാണ്. അതായത് നമ്മൾ പലർക്കും അറിയത്തില്ല ഈ ഹോമിയോയിൽ ഇങ്ങനെയൊക്കെയുള്ള ചികിത്സകളുണ്ടോ എന്നുള്ളത്. ഞാനിങ്ങനെ കൊടുത്തേക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഗോയിറ്റർ, തൈറോയിഡിൻ്റെ തന്നെ ഒരുപാട് ഡിസോർഡേഴ്സിന് നമുക്കിവിടെ ചികിത്സ ലഭിക്കും. ഓരോ ദിവസം ഓരോ OP ആണുള്ളത്. അപ്പോൾ അതിന് അനുസരിച്ച് നമ്മളിവിടെ എടുത്തിട്ട് വന്നാൽ മതി. അതുപോലെ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ നമ്പർ കിട്ടും. അല്ലാതെ ഇതിൻ്റെ അടുത്തും നമ്പർ ഇങ്ങനെ എഴുതിയപ്പോണ്ടേ. അപ്പോൾ നിങ്ങൾക്ക് വിളിച്ച് ചോദിച്ചിട്ട് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വരാവുന്നതാണ്. അപ്പോൾ രാവിലെ എല്ലാ ഹോസ്പിറ്റലിലും കൂട്ടി 12 മണി വരെയൊക്കെയാണ് OP ഉള്ളത്. അപ്പോൾ അതനുസരിച്ച് വരിക. അങ്ങനെ ഓരോ വിഭാഗത്തിനും പ്രത്യേകം ഡോക്ടേഴ്സും അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസും ഈ ഹോസ്പിറ്റലിലുണ്ട്. നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അവിടുത്തെ ഒരു മാപ്പ് കാണാനായിട്ട് പറ്റും. എവിടെയൊക്കെ എന്തൊക്കെ ഫ്ലോറിലാണ് എന്തൊക്കെയുള്ളത് എന്നൊക്കെയുള്ളത്. പിന്നെ അവിടുത്തെ കൗണ്ടറിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വിശദ വിവരങ്ങളും അവർ പറഞ്ഞു തരും. അതുപോലെ നമുക്ക് സ്ത്രീകളിൽ വരുന്ന UTI പ്രശ്നങ്ങൾ, അതുപോലെ തൈറോയിഡ് ഇഷ്യൂസ്, പിന്നെ മൂത്ര സംബന്ധമായ പ്രശ്നങ്ങൾ, കുട്ടികളിലെ അസുഖങ്ങൾ, പിന്നെ അതുപോലെ സ്കിൻ ഡിസീസ്, ഒരുപാട് സ്കിൻ ഡിസീസിനുള്ള ചികിത്സകൾ ഇവിടെ ലഭ്യമാണ്. ഇതിനാകെ വേണ്ടത് നമ്മൾ ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് വന്ന് നോക്കിയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാനായിട്ട് പറ്റും. അറിഞ്ഞിട്ട് നമ്മൾ രാവിലെ ചെന്ന് OP എടുക്കുക. നമുക്ക് ഏതാണോ വേണ്ടത് ഇതിൽ നമ്മൾ ചികിത്സ തേടാവുന്നതാണ്. അതുപോലെ ചെറിയ ചാർജസ് ഓരോന്നിനും ഉണ്ട് കേട്ടോ. അതായത് എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ ചെറിയൊരു എന്തായാലും ഒരു 10-200 രൂപ ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് പോയിട്ട് ഈസി ആയിട്ട് വരാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റലാണിത്. ഒരുപാട് ചികിത്സ ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട്. നമുക്കറിയാത്ത ഹോമിയോയുടെ ഒരുപാട് ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട്. അതുപോലെ പ്രത്യേകം ഡയബറ്റീസ്, ഷുഗർ പേഷ്യൻസിനൊക്കെ പ്രത്യേകം ഉള്ള ചികിത്സകളും ഉണ്ട്. യൂറിക് ആസിഡ്, അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ ചികിത്സാ വിഭാഗങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് എടുത്തു പറയാനാണെങ്കിൽ മൈഗ്രെയിൻ പ്രശ്നമുള്ളവർക്ക് തീർച്ചയായും ഹോമിയോ ഒരുപാട് ഫലം ചെയ്യുന്നതാണ്. ഇതെൻ്റെ പരിചയത്തിലുള്ള ഒരാൾ പോയപ്പോൾ എന്നോട് പറഞ്ഞ ഒരു അറിവാണ് കേട്ടോ, ഇങ്ങനത്തെ ഒരു ഹോസ്പിറ്റലിനെ പറ്റി, അവിടുത്തെ ചികിത്സയെ പറ്റിയൊക്കെ. അപ്പോൾ അങ്ങനെ അറിഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രധാന ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് പോകണം. അവർ കുറച്ച് ദിവസത്തേക്ക് മാത്രമേ മരുന്ന് തരത്തുള്ളൂ. നമ്മൾ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്നാൽ മാത്രമേ ഒരു ഹോമിയോയിൽ നമ്മൾ എടുക്കുന്ന അസുഖത്തിന് നമുക്കൊരു ഫലം കിട്ടത്തുള്ളൂ. പെട്ടെന്നൊന്നും നമുക്കതിൽ നിന്ന് പെട്ടെന്നുള്ള റിസൾട്ടൊന്നും അത്ര പെട്ടെന്ന് കിട്ടത്തില്ല. പക്ഷേ ഇവിടെ മുട്ട് തേയ്മാനത്തിന് വരെ ചികിത്സയുണ്ട്. അത് പക്ഷേ അതിൻ്റെ കറക്റ്റ് ഇതിലെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും അതിൻ്റെ റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ ഡയബറ്റീസ് വന്നിട്ട്, അതായത് ഷുഗർ വന്നിട്ട് കണ്ണിന് പ്രശ്നമുള്ളവർക്കൊക്കെ ഇവിടെ പ്രത്യേകം ചികിത്സാ വിഭാഗം തന്നെ ഉണ്ട്. അതുപോലെ യൂറിനറി ആയിട്ടുള്ള വിഷയത്തിനുള്ളവർക്കും അങ്ങനെ ഓരോ ദിവസമായിട്ട് അവർ OPയുടെ ഇതവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണോ വേണ്ടത് വിളിച്ച് വെച്ചിട്ടോ തിരക്കിയിട്ടോ നമുക്ക് വേണ്ടുന്ന ചികിത്സ തേടാവുന്നതാണ്. നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ അറിയാമല്ലോ എന്തുമാത്രം പൈസയാണ് നമുക്ക് ഓരോന്നിനും ചിലവാകുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഗവൺമെൻറ്റിൻ്റെ ഫെസിലിറ്റീസ് നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ആർക്കെങ്കിലും ഗുണമാവുമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് കോഴിക്കോട് അടുത്തൊക്കെ ഉള്ളവർക്ക് ആർക്കെങ്കിലും വരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ തന്നെ അതായത് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് ഒരു വലിയ ഘടകം തന്നെയാണ്. അതുകൊണ്ട് മാത്രം തന്നെ നമുക്ക് വിറ്റാമിൻ ഡിയുടെ കുറവ് കൊണ്ടും മാത്രം തന്നെ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു സൊല്യൂഷനായിട്ട് ഇവിടെ പ്രത്യേകം വിറ്റാമിൻ ഡിക്ക് വേണ്ടിയിട്ടുള്ള വിഭാഗം പ്രത്യേകം ഉണ്ട്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് പോയി ചികിത്സ നേടാം. അതുപോലെ തന്നെ ഒരു പ്രധാന പ്രശ്നമാണ്, ഒരുപാട് പേര് നേരിടുന്ന പ്രശ്നമാണ് അലർജിയും ഉറക്കക്കുറവും. അതിനും ഇവിടെ പ്രത്യേകം വിഭാഗങ്ങളുണ്ട്. അലർജിക്കും ഉണ്ട്, ഉറക്കക്കുറവിനും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങൾ തിരക്കിയിട്ട് പോവുക. OP എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ സ്ഥിരമായിട്ട് പോകണം. സ്ഥിരമായിട്ട് പോയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നത്. പ്രത്യേകം അലർജിക്കൊക്കെ ആണെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നല്ല ട്രീറ്റ്മെൻറ്റാണ് ഇവിടെ ഉള്ളത്. അലർജി, മൈഗ്രെയിൻ, ഉറക്കക്കുറവ് അങ്ങനത്തെ ഉള്ളതിന് ഹോമിയാണ് കുറച്ചുകൂടെ ബെസ്റ്റ് എന്ന് പറയുന്നത്. ഒട്ടുമിക്ക ആളുകളും ഫേസ് ചെയ്യുന്ന ഇയർ ബാലൻസിൻ്റെ പ്രശ്നവും അതുപോലെ പോസ്ട്രേറ്റ് ഗ്രന്ഥിയുടെ പ്രശ്നമൊക്കെ ഇവിടെ അതിന് പ്രത്യേകം വിഭാഗങ്ങളുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പ്രധാനമായിട്ടും പറയുന്നത് സ്കിന്നിനെ പറ്റിയുള്ള, അതായത് നമ്മുടെ ത്വക്ക് വിഭാഗം, അതിൻ്റെ ചികിത്സയുണ്ട്. പിന്നെ തലമുടി കൊഴിയുന്നതിന്, അങ്ങനത്തെ അകാല നരയ്ക്ക്, അങ്ങനത്തെ ഉള്ള ട്രീറ്റ്മെൻറ്റ് ഇവിടെ പ്രത്യേകം ഉണ്ട്. പിന്നെ എടുത്തു പറയാനുള്ളത് കോഴിക്കോടിൽ തന്നെ ത്വക്ക് രോഗാശുപത്രിയുണ്ട്. ഒരു പ്രധാന ത്വക്ക് രോഗാശുപത്രിയുണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ ഫ്രീ ചികിത്സയാണ്. പക്ഷെ പലർക്കും അത് അറിയത്തില്ല എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പം എന്നോട് ഈ ഹോസ്പിറ്റലിനെ പറ്റി വീഡിയോ ഷെയർ ചെയ്ത ആൾ തന്നെയാണ് ഈ ഒരു കാര്യവും പറഞ്ഞത്. അവിടെ കോഴിക്കോട് തന്നെ ഒരു പ്രത്യേക ത്വക്ക് രോഗാശുപത്രിയുണ്ട്. സർക്കാർ ആശുപത്രിയാണ്. പക്ഷെ വളരെ നല്ല ചികിത്സയും ഭയങ്കരമായിട്ട് റിസൾട്ട് തരുന്ന ഒരു ഹോസ്പിറ്റലാണ് അതെന്നുമാണ് പറഞ്ഞത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് അറിയാവുന്ന ആർക്കെങ്കിലും ഇതുപോലത്തെ ബുദ്ധിമുട്ടുകളുണ്ട് എന്നുണ്ടെങ്കിൽ കോഴിക്കോടിലോ അതിനടുത്ത പ്രദേശത്തോ ഒക്കെയാണ് വീടെന്നുണ്ടെങ്കിൽ ചെല്ലാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഹോസ്പിറ്റലിൽ പോകുന്നതാണ്. അതുപോലെ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.